ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോയൊരു സ്ഥലമാട്ടോ നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു 25 കിലോമീറ്റർ ഉള്ളൂ. അതായത് ബാലുശ്ശേരിയിൽ നിന്ന് 25 കിലോമീറ്റർ, കോഴിക്കോട് നിന്നാണെങ്കിൽ ഒരു 50-55 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. തോണിക്കട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാട്ടോ നമ്മൾ ഈ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങ് ഇറങ്ങി. പോകുന്ന വഴി നല്ല അടിപൊളി വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ വാഗമണ്ണൊക്കെ പോകുന്ന പോലെയാ തോന്നിയത്. പിന്നെ റോഡ് കുറച്ച് മോശമായിരുന്നു, റോഡ് പണി നടക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നല്ല റോഡൊക്കെ കയറി. നമ്മള് പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്ത് പോവായിരുന്നു. പിന്നെ തോണിക്കടവ് എത്തണേന് മുമ്പുള്ള ഒരു വ്യൂ പോയിന്റ് ആട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നമ്മളവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ എത്തി ടിക്കറ്റ് എടുത്തിട്ട് വേണം ട്ടോ കേറാൻ. അവിടെ ഗൂഗിൾ പേ എടുക്കില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. പിന്നെ അതിന്റെ അടുത്ത് കുറച്ച് നല്ല കടകളൊക്കെ ഉണ്ട് ട്ടോ. ഉപ്പിലിട്ടതൊക്കെ കിട്ടും. പിന്നെ നമ്മള് അതിന്റെ ഉള്ളിലോട്ട് കേറി. നല്ല അടിപൊളി സ്ഥലാട്ടോ ഗൈസ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമുക്ക് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ നല്ല രസായിരിക്കും. അങ്ങനെ ഞങ്ങള് താഴോട്ട് ഇറങ്ങണ വഴിയാണ് ഈ 2 പശുമ്പൊലെ കണ്ടേ. അങ്ങനെ ഞങ്ങൾ അതിനെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി. ഇതിന്റെ വേറെ സൈഡിലുള്ള ഒരു വ്യൂ ആട്ടോ ഇത്. കുറച്ച് കല്ലും വെള്ളമൊക്കെ ഇങ്ങനെ പുഴ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. കുട്ടു പറഞ്ഞത് ഇവിടെ ഇത്ര വെള്ളമില്ല, ഇതിനേലും വെള്ളം ഉണ്ടാവാറുണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ നമ്മൾ ചെന്നപ്പോ അധികം വെള്ളം ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കൊക്കെ പോകാൻ പറ്റി. പിന്നെ നമ്മൾ എത്തിയപ്പോ ഒരു 10:30, 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അധികം ചൂട് നമുക്ക് ഫീൽ ആയില്ല. നല്ലൊരു കൂളിംഗ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കൈയിട്ടിരുന്നു. നല്ല രസായിരുന്നു ട്ടോ. പിന്നെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് കാരണമാണ് എന്റെ കാലിലെ മെഹന്തിയൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ ഈ കല്ലൊക്കെ പെറുക്കി ഇങ്ങനെ കളിക്കായിരുന്നു. ഇതിനെന്തോ പേര് പറയും. എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങള് അതിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങി. ഇവിടെ ആണെങ്കിൽ ഫുൾ ഗ്രീനറിയാണ്. നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലാണ്. താഴത്തിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ കുറച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നടന്ന് ആ സ്റ്റെപ്പ്, ആ ബിൽഡിംഗ് മൊത്തം ഞങ്ങൾ കയറി ഗൈസ്. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. എന്റെ മോനെ അടിപൊളിയായിരുന്നു ഈ വ്യൂ. തോണിക്കടവ് ഫുള്ള് കാണായിരുന്നു. ഇതിന്റെ അപ്പുറത്ത് തന്നെയായിരുന്നു കക്കയം ഡാം എന്ന് പറയും. അങ്ങോട്ട് പോകാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയി. അപ്പൊ ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.